ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർസുസു ജനത്ത്. ഇന്ന് കുറച്ച് എഗ്ലോണിമ, ബിഗോണിയ, കലാത്തിയ എല്ലാ പ്ലാന്റ്സുകളും കാണിക്കേണ്ടത് സെയിലിനുള്ളത്. അപ്പോൾ ബിഗോണിയ വെറൈറ്റീസ് 10 വെറൈറ്റീസിന് 580 ആണ്. പിന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് ബിഗോണിയ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നുള്ളത് എഗ്ലോണിമ പ്ലാന്റ്സുകളാണ്. പിന്നെ അതിൽ തൈയുള്ളതും ഉണ്ട്. അതായത് ചെറിയ സ്മോൾ പ്ലാന്റിന് 200-250 ഒക്കെയാണ് റേറ്റ്. അങ്ങനത്തെ പ്ലാന്റ്സുകളും ഉണ്ട്. പിന്നെ കലാത്തിയ വെറൈറ്റീസുകളും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എഗ്ലോണിമ നോക്കാം. ഇതിന് സെക്സീലിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് മഹാശക്തി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിന് 550 ആണ് റേറ്റ്. ഇത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ്, 1500 റേറ്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് പിങ്ക് സുക്സോമാണ്, 450. വലിയ പ്ലാന്റാണ്. ഇത് ജയ്പോങ് റെഡ് ആണ്, 300. പിന്നുള്ളത് 10 കാരറ്റ് ആണ്, 250 ആണ് ഇനി റേറ്റ്. ഇത് പിന്നെ പുതിയൊരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, 1700 റേറ്റ്. ഇത് സെൻസ്റ്റാർ ആണ്, 350. ഇത് സൺ റയർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ വലിയ മദർ പ്ലാന്റിന് 750 ആണ്. ഇത് സ്റ്റാർഡസ്റ്റ് ആണ്. ഇതിൻ്റെ 350 സൈസ് അവൈലബിൾ ആണ്. ഇതും പിങ്ക് സുക്സോമാണ്. ഇത് വലിയ മദർ പ്ലാന്റ് ആണ്, 450. ഇത് റെഡ് സർക്കിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, 280 ആണ്. പിന്നെ കോബ്രേൻ്റെ കുറേ തൈകളല്ല, അത്യാവശ്യം ചെറിയ മീഡിയം സൈസ് പ്ലാന്റ് തന്നെ 250-300 സൈസ് ഉള്ളതുണ്ട്. ഇത് ഗ്രീൻ പപ്പായ ആണ്, 200. ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, 350 ആണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് മഹാശക്തിയാണ് കേട്ടോ, 550. അത്യാവശ്യം വലിയ മദർ പ്ലാന്റുകൾ തന്നെയാണ്. ഇത് റെഡ് പനാമൻ്റെ സ്മോളാണ്, സീഡ്ലിംഗ് അല്ല, കുറച്ച് അത്യാവശ്യം തൈ തന്നെയാണ്, 250 ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ, 350 റെഡ് പനാമനാണ്. ഇത് മെർലിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, 250. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഇത് ലിപ്സ്റ്റിക് ആണ്, 100 ചെറിയ തൈയാണ്. ഇത് ബോക്സറിൻ്റെ ചെറിയ തൈയാണ്, 150. ഇത് വീനസ് റെഡ് ആണ്. ഇത് വലിയ പ്ലാന്റ് ആണ്, 200. കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ മതിയാവും. ഇത് 100 മെർലിൻ്റെ ഒരു തൈയാണ്. ഇത് നൈറ്റ് സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്, 250 ആണ് ഇതിന് റേറ്റ്. ഇതും അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്. ഇത് പീച്ച് പനാമയാണ്, 400 റേറ്റ്. അത് ബിഗോണിയാസ് ഏതൊക്കെയെന്നുള്ളത് കാണിക്കുന്നതാണിത്. പിന്നെ ഈ തരം ബിഗോണിയൊക്കെയാണ് 10 വെറൈറ്റിയിൽ ഉണ്ടാവുക. ഓരോ ലീഫിലുള്ള ഓരോ പാറ്റേൺ വ്യത്യാസങ്ങളാണ്. പിന്നെ ഇതിനും ഓരോന്നിനും ഓരോ നെയിമുണ്ട്. നല്ല ഭംഗിയുള്ള ലീഫ് പാറ്റേൺ ആണ്. ഗ്രീൻ, സിൽവർ, അങ്ങനത്തെ ഓരോ കളർ ഷെയ്ഡുകളാണ് ഉണ്ടാവുക. പിന്നുള്ളത് കലാത്തിയ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. 10 വെറൈറ്റി കലാത്തിയക്ക് 780 ആണ്. എല്ലാ കലാത്തിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, കലാത്തിയാണ് ആവശ്യമുള്ളെങ്കിൽ ആ കോംബോ വേണമെന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. DTDC കൊറിയർ വഴിയാണ് അയക്കാം. പിന്നെ സ്പീഡ് പോസ്റ്റും ഉണ്ട്. പിന്നെ കുറേ ഫിലോഡൻഡൻ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇത് സിൽവർ സ്പോഡാണ്, 150. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഫിലോഡൻഡൻ വെറൈറ്റി തന്നെ. ഇത് ഫിലോഡൻഡൻ വെറൈറ്റിയിലെ പിങ്ക് പ്രിൻസസ് ആണ്, 200. അത് വൈറ്റ് ആണ്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്, 280. അതുപോലെ എപ്പീഷ്യൻ്റെ ഒരു കോംബോ ഉണ്ട്, 10 വെറൈറ്റിക്ക് 350 ആണ്. അപ്പോൾ എപ്പീഷ ആവശ്യമുള്ളവർ അങ്ങനെ വാട്സപ്പ് ചെയ്യുക, എപ്പീഷാണ് വേണ്ടിയതെങ്കിൽ. പിന്നെ അഗ്ലോണിമയിൽ തന്നെയുള്ളൊരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഗ്രീൻ ലെഗസി, 650 ആണ് ഇതിന് റേറ്റ്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് മെസ്സേജ് ചെയ്യുക. ഇതൊക്കെ 60-70 ഗ്രൗണ്ട് ഓർക്കിഡുകളാണ്. ഇതൊക്കെ ഫിലോഡൻഡൻ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റുകളാണ് കേട്ടോ. ബെർക്കിനാണിത്. ഇത് റബ്ബർ പ്ലാന്റ് ആണ്, നമ്മളെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്, 120 ആണ് ഇതിന് റേറ്റ്. ഇത് സ്കിസ്മറ്റോഗ്ലൂട്ടിസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്, ഹോമോലോമന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അതുപോലെ ഇത് ഡിഫൻബേച്ച വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണിത്.